ഹായ് ഓൾ, വെൽക്കം ടു CC Plus. എൻ്റെ പേര് അശ്വതി. അപ്പോൾ നമ്മൾ ഇന്ന് സെവൻത്ത് സി ബി എസ് സിയിൽ മാത്രമല്ല, നമുക്ക് ഹയർ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ ബേസ് ആയിട്ട് വരുന്ന ഒരു പോർഷനാണ് കേട്ടോ, ലൈൻസ് ആൻഡ് ആംഗിൾസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ CBSE ആണെങ്കിലും ഏത് ക്ലാസ് ആണെങ്കിലും നമുക്ക് ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്തതിലേക്ക് പോകുമ്പോൾ എപ്പോഴും കണ്ടിന്യൂഷൻ ആയിരിക്കും. നിങ്ങൾ ചാപ്റ്റർ എങ്ങനെയാണ് ബിഗിൻ ചെയ്യുക, ഇത് നിങ്ങൾക്ക് അറിയാലോ, അല്ലെങ്കിൽ നമ്മൾ റിവൈൻഡ് ചെയ്യുവാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. നമ്മളിത് കുറേ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, പോയിന്റ്. എന്താണ് പോയിന്റ്? ഒരു പോയിന്റ് അല്ലെ, ഒരു കുത്ത്, ജസ്റ്റ് ഒരു കുത്ത് അല്ലെ, ഒരു ഡോട്ടിനെയാണ് നമ്മൾ പറയുന്നത് പോയിന്റ് എന്ന്. ഇതിന്റെ പേരാണ് പോയിന്റ്. എന്തിനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക പോയിന്റ്? കുറെ വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു അല്ലെ. എന്തിനായിരിക്കും ഈ പോയിന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ പോയിന്റ് ചെയ്ത് കാണിക്കുന്നു എന്ന് പറയാം അല്ലെ, ഒരു ലൊക്കേഷൻ കാണിക്കാനാണ്. ഇത് അവിടെ ഇരിപ്പുണ്ട് അല്ലെ. ഇപ്പൊ ഞാൻ പറയാണ്, എന്നോട് ക്ലാസ്സിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു അപർണയുടെ സീറ്റ് ഏതാണ് എന്ന് ചോദിച്ചു അല്ലെ. ഞാൻ എന്ത് പറയും? ആ സൈഡിൽ അല്ലെ, ആ ഓപ്പോസിറ്റ് സൈഡിൽ അല്ലെങ്കിൽ ആ അപ്പുറത്തെ സൈഡില് ആ സെക്കൻഡ് ബെഞ്ചില് മിഡിലാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ എന്താ അതൊരു പോയിന്റ് ആണ് അല്ലെ, ഒരു ലൊക്കേഷൻ ആണ് പറഞ്ഞു കൊടുക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ പോയിന്റിന്റെ യൂസ്. ഇനി ഇവർക്കൊരു പേര് കൊടുക്കണം അല്ലെ. പോയിന്റിന് പേര് കൊടുത്ത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഞാൻ ഈ പോയിന്റിനെ എസ് എന്ന് വിളിക്കുകയാണ് കേട്ടോ. ഈ പോയിന്റിന്റെ പേര് എസ് എന്നാണ്. ഓക്കെ, ഞാൻ വേറൊരു പോയിന്റ് കൂടെ വരയ്ക്കുകയാണ്. ഓക്കെ, ഈ പോയിന്റിന് ഞാൻ ടി എന്ന് പേര് കൊടുക്കും. ഈ പോയിന്റിന് ടി എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇവർക്കൊക്കെ പേരുണ്ട്. ഒരാൾ എസ് ആണ്, ഒരാൾ ടി ആണ്. അപ്പൊ നിങ്ങളുടെ പോയിന്റ്സിന് നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. എങ്ങനെയായിരിക്കും കൊടുക്കുന്നതെന്നേ ഉള്ളൂ. നമുക്ക് ആൽഫബറ്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്. A to Z വരെയുള്ള ഏത് ആൽഫബറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അവിടെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ A to Z വരെയുള്ള ഏത് ആൽഫബറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ എന്തായിരിക്കണം? ദ ആൽഫബറ്റ് മസ്റ്റ് ബി ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ നമ്മൾ സ്മോൾ ലെറ്റർ യൂസ് ചെയ്യില്ല പോയിന്റിന്. we will never use small letter for points. Okay, അപ്പൊ എന്താണ് നമ്മുടെ പോയിന്റ്, അതിന് നമ്മൾ എങ്ങനെ പേര് കൊടുക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അടുത്ത ആരാണ്? നമുക്ക് ലൈൻ ഉണ്ട് അല്ലെ. ലൈൻ എന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഞാൻ ഗ്യാപ്പ് ഇല്ലാതെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുകയാണ് കേട്ടോ. ഗ്യാപ്പ് ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് കുറെ പോയിന്റ്സ് ഇങ്ങനെ വരച്ചു പോവാണ്. അപ്പൊ എത്ര ദൂരം വരയ്ക്കാം? എനിക്ക് എത്ര ദൂരം വേണമെങ്കിലും വരയ്ക്കാം അല്ലെ. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. ഇതിങ്ങനെ അങ്ങ് പോവാണ്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? നമ്മുടെ പോയിന്റ്സ് ജോയിൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ലൈൻ കിട്ടും അല്ലെ. ലൈൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് അവിടെ ചെല്ലും അല്ലെങ്കിൽ ഇവിടെ ചെല്ലുമ്പോ എനിക്ക് എൻഡ് ചെയ്യും അല്ലെ. ഇങ്ങനെ ചെല്ലുമ്പോ എനിക്ക് എൻഡ് ചെയ്യും. അപ്പൊ ഇനി എനിക്ക് വരയ്ക്കാൻ പറ്റുമോ? ബുക്കിൽ വരയ്ക്കാൻ പാടാണ്, അല്ലെങ്കിൽ സ്ക്രീനിൽ വരയ്ക്കാൻ പാടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വരച്ചിട്ട് രണ്ട് ആരോ ഇട്ട് കൊടുക്കും അല്ലെ. സാധാരണ നമ്മൾ എപ്പോഴും എന്താ പറയുന്നത്? നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഇത് ലൈൻ ആണെന്ന് പറയും അല്ലെ. ഇത് ലൈൻ ആണോ? അത് ലൈൻ അല്ല കേട്ടോ. അതിന് വേറൊരു പേരുണ്ട്. ലൈൻ എന്ന് നമ്മൾ പറയണമെങ്കിൽ എന്തായിരിക്കണം? രണ്ട് ആരോ കണ്ടോ? ഈ രണ്ട് ആൾക്കാരുണ്ടെങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഇതൊരു ലൈൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പോയിന്റ്സ് അടുക്കി 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 ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ ഒരു ലെങ്ത്തിൽ വെക്കുന്നതിന് നമ്മൾ ലൈൻ എന്ന് പറയും. പിന്നെന്തായിരിക്കും? ലൈനിന് രണ്ട് ആരോ ഉണ്ടാകും. അതെന്താ കാണിക്കുന്നത്? വിച്ച് ഷോസ് ദാറ്റ് ദിസ് വൺ എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഇത് ഒരിക്കലും എൻഡ് ചെയ്യില്ല. രണ്ട് സൈഡിലും ഇതിങ്ങനെ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ദിസ് വിൽ നോട്ട് എൻഡ് എന്ന് കാണിക്കുന്നതാണ് നമ്മുടെ ആരോസ്. സോ എൻഡ് ചെയ്യാത്ത ഒന്നിനെയാണ് നമ്മൾ ലൈൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ലൈൻ എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ ഇനി സാധാരണ ഒരു വര വരച്ചാൽ നമുക്ക് ലൈൻ എന്ന് പറയാവോ? പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം. അടുത്ത ആൾ ആരാണ്? നമ്മുടെ ലൈൻ സെഗ്മെന്റ് ആണ്. അപ്പൊ ലൈൻ സെഗ്മെന്റ് എന്താന്ന് ചോദിച്ചാൽ ഇതാണ് എന്റെ ലൈൻ കേട്ടോ. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ലൈൻ എങ്ങനെ, നമ്മളിപ്പോ പോയിന്റിന് പേര് കൊടുത്തു അല്ലെ. അപ്പൊ നമ്മുടെ ലൈനിന് പേര് വേണ്ടേ? പേര് വേണം. അപ്പൊ ഇതിൽ എത്ര പോയിന്റ്സ് ഉണ്ടാകും? നിങ്ങൾക്കൊന്ന് പറയാമോ? എത്ര പോയിന്റ് ഉണ്ടാകും? ചിലപ്പോ ഒരു 1000 പോയിന്റ്സ് ഉണ്ടാവും അല്ലെ. ചിലപ്പോ അതിൽ കൂടുതൽ ഉണ്ടാവും. ഞാനൊരു 4987 പോയിന്റ് കൊണ്ടാണ് ഞാൻ ഈ ലൈന്
വരച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ അത്രയും പോയിന്റ്സ്, എത്ര പോയിന്റ്സ് വേണമെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ അതിൽ ഏതെങ്കിലും 2 പോയിന്റ് എടുക്കാണ് കേട്ടോ. 2 പോയിന്റ്, ഇതാ ഇവിടെ ഉള്ള ഒരു പോയിന്റും ഇവിടെ ഉള്ള ഒരു പോയിന്റും എടുത്ത് അതിന്റെ പേര് ഞാൻ നോക്കാണ്. ഇത് പി ക്യൂ ആണ് അല്ലെ, ഇതും പി ആണ്, ഇത് ക്യൂ ആണ് അല്ലെ. അപ്പൊ 2 പോയിന്റ് ഉണ്ട്, പിയും ക്യൂവും. അപ്പൊ ഈ ലൈനിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? ദിസ് ലൈൻ ഈസ് നോൺ ആസ് ലൈൻ പി ക്യൂ. കണ്ടോ, ഇതിനൊരു സിമ്പിൾ കൂടെ ഉണ്ട് കേട്ടോ. മുകളില് നമ്മൾ ലൈനിന്റെ സിമ്പിൾ ആ വരച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതിനെയാണ് ഇങ്ങനെ എഴുതിയാൽ നമ്മൾ എന്ത് വായിക്കാം? ഇങ്ങനെ എഴുതിയാൽ ദിസ് ഇസ് ലൈൻ പി ക്യൂ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു ലൈനിനെ പറയുന്നത്, ഡിനോട്ട് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും ക്ലിയർ ആയോ? ഈ ലൈനിന് ഒരു പേര് മാത്രമല്ല കേട്ടോ ഉള്ളത്, ഇതില് നമുക്ക് എത്ര പേര് വേണമെങ്കിലും എടുക്കാം. ഇതൊരു എ ആണ് ആൻഡ് ദിസ് ഇസ് ബി. ഓക്കെ, അപ്പൊ ഇതിലുള്ള ഏതെങ്കിലും 2 പോയിന്റ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ പേര് കൊടുക്കാം. ഇതിനെനിക്ക് ലൈൻ പി എ എന്ന് വിളിക്കാം. ഓക്കെ, ഇതിനെനിക്ക് ലൈൻ എ പി എന്ന് വിളിക്കാം. ഇതിനെനിക്ക് ലൈൻ എ ക്യൂ എന്ന് വിളിക്കാം. പിന്നെ ക്യൂ എ എന്ന് വിളിക്കാം. പിന്നെ ക്യൂ ബി എന്ന് വിളിക്കാം, ബി ക്യൂ എന്ന് വിളിക്കാം, ഇല്ലെങ്കിൽ പി ക്യൂ എന്ന് വിളിക്കാം, പി ബി എന്ന് വിളിക്കാം, തിരിച്ച് ക്യൂ പി എന്ന് വിളിക്കാം, ബി പി എന്ന് വിളിക്കാം. അപ്പോ ഇതെല്ലാം ഈ ലൈനിൽ ഏത് 2 പോയിന്റ്സ് എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഈ ലൈനിന്റെ പേര് പറയാൻ പറ്റും കേട്ടോ. ഇതൊന്നും ഡിഫറെന്റ് ലൈൻ അല്ല, ഇതെല്ലാം സെയിം ലൈൻ ആണ്. അപ്പോ ഈ ഒരു ലൈനിന് പല പേരുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ആളാരായിരുന്നു? ലൈൻ സെഗ്മെന്റ് അല്ലെ, ലൈൻ സെഗ്മെന്റ്. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ. അതായത് പി ടു എ ഞാൻ കട്ട് ചെയ്ത് പുറത്തേക്ക് എടുത്തു. ഓക്കെ, സോ നമ്മൾ സാധാരണ ലൈൻ ആണ് അല്ലെങ്കിൽ വരയാണെന്ന് പറഞ്ഞ ആളാണല്ലോ ഇതാ. അയാളുടെ പേരെന്താണ്? അയാളുടെ പേരാണ് ലൈൻ സെഗ്മെന്റ്. നമ്മള് പ്രോഗ്രാം ഒക്കെ കാണുമ്പോഴേക്കും നമ്മൾ കേൾക്കും അല്ലെ, നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം എന്ന് പറയും. എന്താണ് ഈ സെഗ്മെന്റ് എന്ന് പറയുന്നത്? അടുത്തൊരു പാർട്ടിലേക്ക് കടക്കാം അല്ലെ. അപ്പൊ ഒരു പാർട്ടാണ്, ഒരു സെഗ്മെന്റ് ആണ്. സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടാണ്. സോ ലൈൻ സെഗ്മെന്റ് ഒരു സെഗ്മെന്റ് ആണ് ഓഫ് ദി ലൈൻ. അപ്പൊ ലൈനിന്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ദിസ് ഇസ് നോൺ ആസ് ലൈൻ സെഗ്മെന്റ്. അപ്പൊ നമ്മൾ ലൈൻ എന്ന് സാധാരണ പറയുന്നത് ലൈൻ സെഗ്മെന്റ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് കട്ട് ചെയ്തെടുത്ത പോർഷൻ ആണ് അല്ലെ. അപ്പൊ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ടോ? ഇല്ല, ഇത് ഒരു ഫിക്സഡ് ലെങ്ത് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് 2 എൻഡ് പോയിന്റ്സ് ഉണ്ട്. ഇത് 2 സൈഡിലും എൻഡ് ചെയ്യുന്നുണ്ട്. ലൈൻ സെഗ്മെന്റ് ഹാസ് 2 എൻഡ് പോയിന്റ്സ്. പിന്നെ ഇതിന്റെ പേര് പറയുന്നത് എങ്ങനെയാണ്? ഇതിന് നമുക്ക് ഇതിന്റെ മിഡിലിൽ കുറെ പോയിന്റ്സ് ഉണ്ടെങ്കിലും നമുക്ക് എല്ലാ പോയിന്റും കൊണ്ട് നമുക്ക് പേര് പറയാൻ പറ്റില്ല. ദിസ് ഇസ് നോൺ ആസ് ലൈൻ സെഗ്മെന്റ് പി എ ഓർ ലൈൻ സെഗ്മെന്റ് എ പി. ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും പറയാം. പിന്നെ നമ്മുടെ മുകളിലത്തെ സൈഡിനും വ്യത്യാസം വന്നു അല്ലെ. ലൈൻ സെഗ്മെന്റിന്റെ സിമ്പിൾ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്, ലൈൻ സെഗ്മെന്റ് പി എ ഓർ ലൈൻ സെഗ്മെന്റ് എ പി. അപ്പോ വേറെ മിഡിലെ പോയിന്റ്സ് ഒന്നും എടുക്കരുത്. നമ്മൾ ലൈൻ സെഗ്മെന്റ് പറയുന്നത് എൻഡ് പോയിന്റ്സ് മാത്രം വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ലൈൻ സെഗ്മെന്റ് എല്ലാവർക്കും ക്ലിയർ ആയോ? ലൈനിന്റെ ഒരു പോർഷൻ ആണ്. ഇനി ലൈനിന്റെ വേറൊരു പോർഷൻ എന്താണ്? റേ. റേ എന്ന് പറയുന്നത് ഇതാണ്. റേയുടെ പ്രത്യേകത എന്താണ്? റേ ഹാസ് 1 എൻഡ് പോയിന്റ് ആൻഡ് ദി അതർ 1 എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പൊ എന്താണ്? റേക്ക് ഒരെണ്ണം എൻഡ് ചെയ്യും, ഒരു സൈഡ് എൻഡ് ചെയ്യും, മറ്റേ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് റേ എന്ന്. ഓക്കെ, ഇനി ഇതിന്റെ പേര് ഞാൻ റേ എ ക്യൂ എന്ന് കൊടുക്കാം എനിക്ക്, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? റേ എ ബി എന്ന് കൊടുക്കാം. ഓക്കെ, പക്ഷേ ഇതിനെ നമുക്ക് തിരിച്ചെഴുതാൻ പറ്റില്ല. ഇതുവരെ നമ്മളെല്ലാം തിരിച്ചെഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പൊ ലൈൻ ആണെങ്കിൽ 2 സൈഡും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മുകളിൽ നമുക്ക് 2 സൈഡും ആരോ വരുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാലും പ്രശ്നമില്ല. ലൈൻ സെഗ്മെന്റും സെയിം ആണ് അല്ലെ, എൻഡ് ചെയ്യുന്നുണ്ട് 2 സൈഡിലും. അപ്പൊ എൻഡിങ് ആണ് മുകളിൽ നമ്മൾ വരച്ചിരിക്കുന്നതും. അതുകൊണ്ട് അതിന്റെ പേര് തിരിച്ചാലും പ്രോബ്ലം ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് തിരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഈ മുകളിലത്തെ സൈഡ്സ് ഒക്കെ നമുക്ക് ഓരോന്നിനും റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ എന്താണ്? എയുടെ സൈഡില് ഇവിടെ എൻഡിങ് ആണ്. സോ എ എൻഡ് ചെയ്യുന്നതും ക്യൂവിന്റെ പൊസിഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതുമാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ എയുടെ സൈഡിൽ എൻഡ് ചെയ്യുന്നതും
ബിയുടെ സൈഡിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതുമാണ്. അപ്പൊ എ ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പൊസിഷനിലെ പോയിന്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും അല്ലെ. അപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക് എല്ലാം എങ്ങനെയാണ് എന്ന്? ഫിക്സഡ് ആയതുകൊണ്ട് ആ പൊസിഷൻ ചേഞ്ച് ചെയ്യാനും പാടില്ല, അവിടുത്തെ എൻ പോയിന്റ് തന്നെ നമ്മൾ എഴുതുകയും വേണം. പിന്നെ ഇപ്പുറത്തതൊന്നും നമുക്ക് എൻ പോയിന്റിലേക്ക് കൊണ്ടുവരാനും പറ്റില്ല കേട്ടോ. അപ്പൊ നമ്മൾ ആ പിക്ചർ എങ്ങനെയാണോ അതുപോലെ തന്നെ അങ്ങ് ഡെപിക്ട് ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആരാണ്? ആംഗിൾ. കുറെ നാളായിട്ട് പഠിക്കുന്നു അല്ലെ. ആംഗിൾ. നമുക്ക് രണ്ട് റേ ഉണ്ട്, രണ്ട് റേയുടെ ഇൻ ബിറ്റ്വീൻ ഉള്ള മെഷറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ അല്ലെ. ഇപ്പൊ എല്ലാവരും ആംഗിൾ എന്താന്ന് കേട്ടിട്ടുണ്ടോ? കുറെ ടൈപ്പ് ആംഗിൾസ് ഉണ്ട്, ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അക്യൂട്ട് ആംഗിൾ ഉണ്ട്. അക്യൂട്ട് ആംഗിൾ എങ്ങനെ ഇരിക്കുക? ദാ ഇങ്ങനെ ഇരിക്കുക അല്ലെ. അപ്പൊ അതിന്റെ നടുക്കത്തെ മെഷർ എന്തായിരിക്കും? 0 ഡിഗ്രി ടു 90 ഡിഗ്രി. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും കേട്ടോ. അപ്പൊ 90 ആയിരിക്കില്ല, 0 ആയിരിക്കില്ല, അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. അപ്പൊ ഇതിന്റെ നടുക്ക് വരുന്നത് 90ക്ക് താഴെ ആയിരിക്കും കേട്ടോ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആംഗിൾസിനെ നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് വിളിക്കും. നെക്സ്റ്റ് വേണ്ട എന്താണ്? റൈറ്റ് ആംഗിൾ അല്ലെ. റൈറ്റ് ആംഗിൾ നമ്മൾ കുറേശ്ശെയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാ വരിക? അതാ ഇങ്ങനെയാ നിൽക്കുക അല്ലെ, ഒരു എൽ ഷേപ്പിലാ നിൽക്കുക. എൽ ഷേപ്പിൽ നിന്നാൽ ദിസ് ഈസ് റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിളിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇവിടെ ആംഗിൾ കർവ് ചെയ്ത് വരയ്ക്കുന്ന പോലെ അല്ല, റൈറ്റ് ആംഗിളിന് നമ്മൾ ഒരു സ്ക്വയർ ബോക്സ് ആയിട്ടാ വരയ്ക്കുക. ഓക്കെ, അപ്പൊ സ്ക്വയർ ബോക്സ് കൊണ്ട് അത് റൈറ്റ് ആംഗിൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. റൈറ്റ് ആംഗിളിന് എത്രയാ മെഷർ വരിക? എക്സാക്ട് 90 ഡിഗ്രി. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, കറക്റ്റ് 90 ഡിഗ്രിയാണ് നമ്മുടെ റൈറ്റ് ആംഗിളിന് വരിക. ഇനി അടുത്ത ആരാണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ ഉണ്ട് അല്ലെ. ഒബ്റ്റ്യൂസ് ആംഗിൾ ഉണ്ട്. സോ ഒബ്റ്റ്യൂസ് ആംഗിൾ എങ്ങനെയാ വരിക? ഇങ്ങനെ ഇരിക്കും അല്ലെ. എല്ലിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലാ വരിക. അതിന്റെ മെഷർ എങ്ങനെയാ വരിക? 90 ഡിഗ്രിയിൽ മുകളിലായിരിക്കും, 180 ഡിഗ്രിയിൽ താഴെ ആയിരിക്കും അല്ലെ. 90 ഡിഗ്രി ടു 180 ഡിഗ്രിയുടെ ഇൻ ബിറ്റ്വീൻ വരുന്നതിനെയാണ് നമ്മൾ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് സപ്പോസ് ഒരു 120 ഡിഗ്രി ആണെന്ന് വെച്ചോ. അപ്പൊ ഇതെന്താണ്? ദിസ് വൺ ഈസ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇനി അടുത്ത ആളാരാണ്? സ്ട്രെയിറ്റ് ആംഗിൾ. പഠിച്ചിട്ടുണ്ടോ? സ്ട്രെയിറ്റ് ആംഗിൾ. ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ ആണ് നമുക്ക് സ്ട്രെയിറ്റ് ആംഗിൾ അല്ലെ. കണ്ടോ, ഇതാണ് സ്ട്രെയിറ്റ് ആംഗിൾ. അപ്പൊ നമുക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും എടുക്കാം. ഈ സൈഡിലേക്ക് എടുത്താൽ ഇത് സ്ട്രെയിറ്റ് ആംഗിൾ ആണ്, അല്ലെങ്കിൽ ഈ സൈഡും പറയാം കേട്ടോ. രണ്ട് സൈഡും നമുക്ക് സ്ട്രെയിറ്റ് ആംഗിൾ എവിടെ കിട്ടുക? മെഷർമെന്റ് എന്താണ്? എക്സാക്ട് 180 ഡിഗ്രി ആണ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, എക്സാക്ട് 180 ഡിഗ്രി ആണ് അല്ലെ. ഇനി നെക്സ്റ്റ് വൺ ആരാണ്? റിഫ്ലക്സ് ആംഗിൾ. പഠിച്ചിട്ടുണ്ടോ എല്ലാവരും? റിഫ്ലക്സ് ആംഗിൾ എല്ലാവരും എന്താ ഇങ്ങനെയാ വരച്ചു കാണിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ മാത്രമല്ല, ഇത് ഇങ്ങനെ കൂടെ വരച്ചു കാണിക്കുകയാണ് കേട്ടോ. അതായത് സ്ട്രെയിറ്റ് കൂടെ ഞാൻ വരച്ചു കാണിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ആംഗിളിന്റെ പ്രത്യേകത എന്താ? നമ്മൾ റിഫ്ലക്സ് ആംഗിൾ പറയും, ഇതാണെന്ന് പറയും. അപ്പൊ ഇത് കാണുമ്പോൾ ഇത് അക്യൂട്ട് പോലെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും അല്ലെ. അക്യൂട്ട് ആണോ അത്? അതെ, അക്യൂട്ട് വരാം കേട്ടോ. അത് എവിടെയാ വരാ? നമ്മൾ ഇൻസൈഡ് വരുന്നത് അക്യൂട്ട് ആംഗിൾ ആണ്. പക്ഷെ ഒരെണ്ണത്തിന് നമുക്ക് ഇൻസൈഡ് മാത്രമല്ല ആംഗിൾ എടുക്കാൻ പറ്റുക. എവിടെയാണ്? ഈ ഔട്ട്സൈഡ് ആംഗിളും കൂടെ വരും കേട്ടോ. അപ്പൊ ഔട്ട്സൈഡ് എന്താണ്? റിഫ്ലെക്സ് ആണ് കേട്ടോ. റിഫ്ലെക്സ് ആംഗിൾ ആണ്. പുറത്ത് വന്നത് റിഫ്ലെക്സ് ആണ്. പുറത്ത് വരുന്നത് കൊണ്ടല്ല അത് റിഫ്ലെക്സ് ആയത്. അതെന്താണ്? 180 ഡിഗ്രിനേക്കാൾ മുകളിലാണ് കേട്ടോ. ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി വരുമ്പോഴാണ്. അപ്പൊ 360ക്ക് താഴെ 180ക്ക് മുകളിൽ അങ്ങനെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ 180 ടു 360 ഡിഗ്രി വരുമ്പോഴാണ് വി കോൾ ഇറ്റ് റിഫ്ലെക്സ് ആംഗിൾ. അപ്പൊ ആ ആംഗിൾ ഇങ്ങനെയും വരാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നു എന്ന് വിചാരിച്ചിട്ട് അത് അക്യൂട്ട് ആണെന്ന് എഴുതരുത്. നമുക്ക് അതിന്റെ അകത്തതാണോ പുറത്തതാണോ എന്ന് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ റിഫ്ലെക്സ് ആംഗിൾ ആണോ ഇല്ലയോ എന്ന് പറയുന്നത്. സോ ഇത് 60 ഡിഗ്രി ആണെന്ന് വെച്ചോ. 60 ഡിഗ്രി ആണെങ്കിൽ അതെന്താണ്? 60 ഡിഗ്രി അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പൊ ഈ ആംഗിൾ അപ്പൊ എത്ര വരും എന്നറിയാമോ? 300 ഡിഗ്രി വരും കേട്ടോ. അപ്പൊ 300 ഡിഗ്രി എന്ത് ആംഗിൾ ആണ്? റിഫ്ലെക്സ് ആംഗിൾ ആണ്. അല്ലെങ്കിൽ നമുക്കതിന് വേറെ എങ്ങനെ പറയാം?
റിഫ്ലെക്സ് 60 ഡിഗ്രി. 60 ഡിഗ്രിയുടെ റിഫ്ലെക്സ് ആണ് നമുക്ക് 300 ഡിഗ്രി എന്നും പറയാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ? റിഫ്ലെക്സ് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് ആംഗിൾ ആരാണ്? കംപ്ലീറ്റ് ആംഗിൾ ആണ്. കംപ്ലീറ്റ് ആംഗിൾ എന്താണ്? നമുക്ക് ഒന്നിന് മുകളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്താ വരിക? അത് നമ്മുടെ 0 ഡിഗ്രിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിന് നമ്മൾ വിളിക്കുന്നതാണ് കംപ്ലീറ്റ് ആംഗിൾ. ഓർ കംപ്ലീറ്റ് ആംഗിൾ ഇസ് 360 ഡിഗ്രി. ഓക്കെ, 0 ഡിഗ്രി ഓർ 360 ഡിഗ്രി തിരിച്ച് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരാണ്. അപ്പൊ നമ്മുടെ റേസ് രണ്ടും ഓവർലാപ്പ് ചെയ്ത് വരികയാണ്. ഇനി കോംപ്ലിമെന്ററി ആംഗിൾസ്. കോംപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ കോംപ്ലിമെന്ററി ആംഗിൾസ് ആണ് കേട്ടോ. ആംഗിൾസ് ആണ്, അതായത് രണ്ടെണ്ണം ഉണ്ടാകും. രണ്ടെണ്ണത്തിനെയാണ് നമ്മൾ കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പൊ 2 ആംഗിൾ ഉണ്ടാവും നമുക്ക് ഉറപ്പാണ്. ആൻഡ് എന്താ പ്രത്യേകത? നമ്മുടെ റൈറ്റ് ആംഗിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് കോംപ്ലിമെന്ററി ആംഗിൾസ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ആകാം. പക്ഷെ എന്ത് വരും? ഈ 2 ആംഗിൾസും കൂടെ ആഡ് ചെയ്യുമ്പോൾ അവർ സം വിൽ ബി 90 ഡിഗ്രി. അപ്പൊ സച്ച് ആംഗിൾസ്, ആംഗിൾ അല്ല ആംഗിൾസ് ആണ്, കോംപ്ലിമെന്ററി പെയർ ആയിരിക്കും. സോ 2 ആംഗിൾസ്, ഇഫ് ദർ സം ഇസ് 90 വി കോൾ ദം കോംപ്ലിമെന്ററി. ഓക്കെ, അപ്പൊ ഹൗ അബൌട്ട് സപ്ലിമെന്ററി? എന്തായിരിക്കും പ്രത്യേകത? സെയിം ആണ് അല്ലെ? പക്ഷെ എന്താണ്? നമുക്ക് ഒരു ലൈനിനെ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന ആംഗിൾസ് ആണ് സപ്ലിമെന്ററി. സോ വാട്ട് വിൽ ബി ദ സം? പറയാവോ? 180 ഡിഗ്രി ആയിരിക്കും. നമ്മുടെ ലൈനിൻ്റെത് 180 ഡിഗ്രി ആണ്. സോ സെയിം ആണ് അല്ലെ? സപ്ലിമെന്ററി ആംഗിൾസ് വിൽ ബി ഇൻ പെയർസ്. രണ്ട് ആംഗിൾസ് ആയിരിക്കും. ആൻഡ് their sum will be 180 degree. So such angles are known as supplementary angles. അപ്പൊ ഞാൻ അതിനൊരു എക്സാമ്പിൾ തന്നേ ഉള്ളൂ. ഒരെണ്ണം മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും എടുക്കാം. പക്ഷെ ആഡ് ചെയ്യുമ്പോൾ സപ്ലിമെന്ററി ആണെങ്കിൽ നമുക്ക് 180യും കോംപ്ലിമെന്ററി ആണെങ്കിൽ 90യും കിട്ടണം. എങ്കിലേ അവര് സപ്ലിമെന്ററിയും കോംപ്ലിമെന്ററി ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ഇന്റർസെക്റ്റിംഗ് ലൈൻസ്, നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. ഓക്കെ, എന്തായിരിക്കും? ലൈൻസ് ആണ് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വെച്ച് കൂട്ടിമുട്ടിയാൽ, ഇന്റർസെക്ട് ചെയ്താൽ ദേ ആർ ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. ഇനി ഇന്റർസെക്ട് ചെയ്യാത്തവ അല്ലെ, ദേ ആർ നോൺ ആസ് നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻ. അപ്പൊ എവിടെയും വെച്ച് കൂട്ടിമുട്ടില്ല, കൂട്ടിമുട്ടത്തേ ഇല്ല ഇവരെവിടെയും വെച്ച് കണ്ടുമുട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻ എന്ന് പറയാ. അതിന് വേറൊരു പേര് കൂടി ഉണ്ട്. ഇനി വലിയ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ എന്തായിരിക്കും പഠിക്കുക? ഈ പേരാ പഠിക്കുക. ദിസ് ലൈൻ ഇസ് നോൺ ആസ് പാരലൽ ലൈൻസ്. ഓക്കെ, അപ്പൊ എന്താ പ്രത്യേകത? പാരലൽ ലൈൻസ് ഇവർ കൂട്ടിമുട്ടാതിരിക്കണമെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? അവരുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദേ വിൽ മെയിൻറ്റെയിൻ എ ഫിക്സഡ് ഡിസ്റ്റൻസ്. എവിടെ നിന്ന് നമ്മൾ ഡിസ്റ്റൻസ് നേരെ താഴത്തേക്ക് എടുത്ത് നോക്കിയാലും ഇവിടെ 3 മീറ്റർ ആണെങ്കിൽ ഇവിടെയും 3 മീറ്റർ ആയിരിക്കും, ഇവിടെയും 3 മീറ്റർ ആയിരിക്കും. അങ്ങനെയുള്ള ലൈൻ മാത്രമേ നമുക്ക് പാരലൽ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ദേ വിൽ നോട്ട് മീറ്റ് ഈച്ച് അതർ ഓർ ദേ ആർ കീപ്പിംഗ് എ ഫിക്സഡ് ഡിസ്റ്റൻസ്. ഇപ്പൊ നമ്മുടെ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആൻഡ് നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് കഴിഞ്ഞു. ഇനി എന്താണ്? ട്രാൻസ്വേഴ്സൽ. ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത് നമ്മുടെ ഏത് 2 ലൈൻസിനെയും കട്ട് ചെയ്ത് പോകുന്ന ഒരു തേർഡ് ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. ദിസ് വൺ ഈസ് നോൺ ആസ് ട്രാൻസ്വേഴ്സൽ. ഓക്കെ, അപ്പൊ എന്തായിരിക്കണം? 2 ലൈനിനെ ഒരേ പോയിന്റിലല്ല കേട്ടോ, 2 ഡിസ്റ്റിങ് പോയിന്റ് അല്ലെങ്കിൽ ഡിഫറെന്റ് പോയിന്റ്സിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇത് 2 ലൈൻസ് ആണ് അല്ലെ, ഇത് 2 ലൈൻസ് ആണ്. പക്ഷെ ഇവിടെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രാൻസ്വേഴ്സൽ ആകുമോ? അത് ട്രാൻസ്വേഴ്സൽ ആവില്ല അല്ലെ, കാരണം നമ്മൾ ഒരേ പോയിന്റിലാണ് 2 ലൈനിനെയും കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ട്രാൻസ്വേഴ്സൽ ആകണമെങ്കിൽ എന്ത് വേണം? 2 ലൈനിന്റെ 2 ഡിഫറെന്റ് പോയിന്റ്സിൽ കട്ട് ചെയ്യണം കേട്ടോ. അത് നമുക്ക് ഇന്റർസെക്റ്റിംഗ് ലൈൻ ആകാം അല്ലെങ്കിൽ നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻ ആകാം. ഇത് ഇന്റർസെക്റ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ ഇത് നീട്ടി വരച്ചാൽ അറ്റ് സം പോയിന്റ് ഇറ്റ് വിൽ മീറ്റ്. അപ്പൊ ഇത് ഇന്റർസെക്റ്റിംഗ് ലൈൻ ആണ്. ഇനി നോൺ ഇന്റർസെക്റ്റിംഗ് അല്ലെങ്കിൽ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്താലും അത് 2 ലൈൻസിനെ കട്ട് ചെയ്താൽ ദാറ്റ് ഇസ് നോൺ ആസ് ട്രാൻസ്വേഴ്സൽ. കട്ട് ചെയ്താൽ മാത്രം പോരാ, അറ്റ് 2 ഡിഫറെന്റ് പോയിന്റ്സ് കൂടി ആയിരിക്കണം. അപ്പൊ ട്രാൻസ്വേഴ്സൽ എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ?
ഇന്റീരിയർ, എക്സ്റ്റീരിയർ, കറസ്പോണ്ടിങ്, ഓൾട്ടർനേറ്റ് ആൻഡ് കോ ഇന്റീരിയർ ആംഗിൾസ്. നോക്കാം നമുക്ക് എന്താണെന്ന്. രണ്ട് ലൈൻസ് ഉണ്ട്, ഒരു ട്രാൻസ്വേഴ്സിൽ വരച്ചു. ഞാൻ ആംഗിൾസ് മാർക്ക് ചെയ്യാണ്. 1, 2, 3, 4, 5, 6, 7 and 8. സോ ഇതിൽ ഏതൊക്കെയായിരിക്കും ഇന്റീരിയർ ആംഗിൾസ്? ഇന്റീരിയർ ആംഗിൾസ് ഏതൊക്കെയായിരിക്കും? അകത്തുള്ളതാണല്ലേ. 2, 3, 5 and 8 are interior angles. അകത്തുള്ളതിനെ നമ്മൾ ഇന്റീരിയർ എന്ന് പറയും. അപ്പൊ പുറത്തുള്ളതിനെയോ? എക്സ്റ്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണ്? 1, 4, 6 and 7 പുറത്തുള്ളതാണ് അല്ല, ഔട്ട്സൈഡ് ഉള്ളതാണ്. സോ ദേ ആർ എക്സ്റ്റീരിയർ ആംഗിൾസ്. പിന്നെന്താ ഉള്ളത്? നമ്മുടെ കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെ. കറസ്പോണ്ടിങ് ആംഗിൾസും പെയർസ് ആണ് കേട്ടോ. കറസ്പോണ്ടിങ് ആംഗിൾസ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതാ വരാ? 1, അതിന്റെ നേരെയുള്ള താഴെയുള്ളത് 5. കണ്ടോ? കറസ്പോണ്ടിങ് എന്ന് പറയുമ്പോൾ 1 and 5. ഈ പൊസിഷനിൽ ഏതാ ഉള്ളത്? അതേ പൊസിഷനിൽ വരുന്നത് 1 and 5. പിന്നെ 2 and 6 കണ്ടോ? താഴെ അതേ പൊസിഷനിൽ വരുന്നത് 2 and 6 കറസ്പോണ്ടിങ് ആണ്. നെക്സ്റ്റ് വൺ 4 and 8 are corresponding. പിന്നെ 3 and 7 കറസ്പോണ്ടിങ് ആംഗിൾസ് കിട്ടിയില്ലേ? ഇനി നമുക്ക് ഓൾട്ടർനേറ്റ് നോക്കാം കേട്ടോ. ഓൾട്ടർനേറ്റ്, കറസ്പോണ്ടിങ് ഓൾട്ടർനേറ്റ് ഒക്കെ പുതിയതാണ്, എല്ലാവരും പഠിച്ചു വെക്കുക കേട്ടോ. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓൾട്ടർനേറ്റ്, ഓൾട്ടർനേറ്റ് നമുക്ക് ആദ്യം 1ന്റെ തന്നെ നോക്കാം. 1ന്റെ കറസ്പോണ്ടിങ് ഏതാണ്? 5 ആണല്ലേ. 5ന്റെ ഓപ്പോസിറ്റ് ഉള്ളതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് എന്ന് പറയുന്നത്. 1ഉം 7ഉം. പിന്നെ 2ൻ്റെതാണെങ്കിലോ? 2ന്റെ കറസ്പോണ്ടിങ് 6 ആണ്. 6ന്റെ ഓപ്പോസിറ്റ് ഉള്ള 8 ആണ്. ഓക്കെ, 2 ഇതാണെങ്കിൽ 8 ഇവിടെ. 3 ആണെങ്കിലോ? 3 and 5. ഇനി 4 ആണെങ്കിലോ? 4 and 6. കണ്ടോ? ഇതാണ് നമ്മുടെ ഓൾട്ടർനേറ്റ് ആംഗിൾ. കറസ്പോണ്ടിങ്ങിന്റെ ഓപ്പോസിറ്റ് വരും കേട്ടോ. എല്ലാം കിട്ടിയില്ലേ നമുക്ക്? എല്ലാം പേരായില്ലേ? ഇനി ഓൾട്ടർനേറ്റ് തന്നെ നമുക്ക് ഓൾട്ടർനേറ്റ് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഉണ്ട് കേട്ടോ. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. 3ഉം 5ഉം അകത്തുള്ളതാണ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ. ഇനി 2 and 8 അകത്താണ് രണ്ടും അല്ലെ. സോ ദിസ് ഈസ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ലോസ് ഒക്കെ വരുന്നുണ്ട്. സോ ഓൾട്ടർനേറ്റ് നമ്മൾ കഴിഞ്ഞു. ഇനി കോ ഇന്റീരിയർ അല്ലെങ്കിൽ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ എന്ന് നമ്മൾ പറയും. കോ ഇന്റീരിയർ ആംഗിൾസ്, കോ ഇന്റീരിയർ അല്ലെങ്കിൽ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ. അകത്തുള്ള ആംഗിൾ അല്ലെ, അല്ലെങ്കിൽ അകത്ത് സെയിം സൈഡിലുള്ള ഏതാണ്? 2 and 5 കണ്ടോ? അകത്ത് സെയിം സൈഡിലുള്ളത് കണ്ടോ? 3 and 8 they are co-interior അല്ലെങ്കിൽ angles on the same side of the transversal. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വരുന്നു അല്ലേ? അടുത്ത് വരുന്നു. ഇപ്പൊ ട്യൂഷൻസ് ഒക്കെ എല്ലായിടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1-to-1 ട്യൂഷനും അതുപോലെ തന്നെ ബാച്ച് ക്ലാസ്സസും ഉണ്ട്. 1-to-1 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിക്കാണ്. കാരണം നമുക്ക് പലർക്കും തന്നെ നമ്മൾ കുറേ പേരായിട്ട് കൂടിയിരുന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവാത്ത ആൾക്കാരുണ്ട് അല്ലെ. നമുക്കൊരു ടീച്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ഡൗട്ടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാമല്ലോ, അങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എല്ലാ സബ്ജക്ട്സിനും ട്യൂഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ സബ്ജക്റ്റ് ആണ് പാടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ട്യൂഷൻസ് എടുക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് കൂടെ ഒന്ന് ഓൺ ചെയ്യുക. താങ്ക്